നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പ് സെക്യൂരിറ്റി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമ്മളെല്ലാവരും വാട്സപ്പിൽ രഹസ്യമായിട്ടുള്ള ഫോട്ടോസുകൾ അയക്കുന്നവരും ചാറ്റ് ചെയ്യുന്നവരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റകളൊക്കെ ചോർന്നു പോയി കഴിഞ്ഞാൽ പല ആളുകൾ ആത്മഹത്യയ്ക്ക് വരെ കാരണമാകും. അപ്പോൾ വാട്സപ്പ് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്ന ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ചില ആളുകൾക്ക് വാട്സപ്പിനകത്ത് പേയ്മെൻറ്റ് ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ പേ പോലെ പേയ്മെൻറ്റ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ തീർച്ചയായിട്ടും വാട്സപ്പ് സെക്യൂർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് സെറ്റിങ്സുകളാണ്. തീർച്ചയായിട്ടും സെറ്റ് ചെയ്ത് വെക്കുക. വാട്സപ്പ് ഹാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഹാക്കായി എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഈ ഫീച്ചറുകളൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും മുകളിൽ 3 ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ അക്കൗണ്ട് ഭാഗത്തേക്ക് വരാം. അക്കൗണ്ട് ഭാഗത്ത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതിൽ ഏറ്റവും മുകളിൽ സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ എന്നുള്ള ഒരു സെറ്റിങ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഈ ഒരു ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് മറ്റേതെങ്കിലും മൊബൈൽ ഫോണിൽ കണക്റ്റ് ആകുന്നുണ്ട് അല്ലെങ്കിൽ കണക്റ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് പാസ് കീ ആണ്. പാസ് കീ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഞാൻ പാസ് കീ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് പാസ് കീ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടാകും. നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ പാസ്വേഡ് എന്താ വെച്ചാൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പാസ് കീ നിങ്ങളുടെ മൊബൈൽ ഫോൺ സെറ്റ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മറ്റൊരു ഡിവൈസിലൊക്കെ കണക്റ്റായി വരുന്ന സമയത്ത് അവർക്ക് പാസ് കീ നിങ്ങൾ കൊടുത്ത പാസ് കീ കൂടെ കിട്ടിയാലേ അവർക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ മൂന്നാമത്തെ ഇമെയിൽ അഡ്രസ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു ഇമെയിൽ ID ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ കൺഫേം എന്ന് കാണിക്കും. ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇമെയിലിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ചില വാട്സപ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാൻ ചെയ്ത് പോകാറുണ്ട്. ഇങ്ങനെ ബാൻ ചെയ്യുമ്പോൾ ആ ബാൻ ചെയ്തതിൻ്റെ കാരണവും അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് ബാൻ ചെയ്തത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഈ ഇമെയിലൂടെ നിങ്ങൾ റീപ്ലൈ കൊടുത്താൽ വാട്സപ്പ് വളരെ വേഗത്തിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. അടുത്ത 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്നുള്ളത്. ഇത് നിങ്ങൾ ഓൺ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇതുപോലെ ഓൺ എന്ന് കാണിക്കും. ഓൺ ചെയ്ത് വെച്ച ആളുകളാണെങ്കിൽ ഇവിടെ ഓഫ് എന്നാണ് കാണിക്കുക. ഞാനിവിടെ ഓൺ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഒരു 6 അക്ക പിൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും അതേ 6 അക്ക നമ്പർ കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പിൻ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്പർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇതിൻ്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് പിന്നുണ്ട്. ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് ലഭിക്കും. അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ തീർച്ചയായിട്ടും നമ്മൾ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം. പല ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ നമ്പർ മാറ്റുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി പോകുന്ന സമയത്ത് നമ്പർ മാറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്പർ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിനകത്തുള്ള ഡാറ്റകളൊക്കെ മാറ്റിയതിന് ശേഷം നിങ്ങൾ ഇവിടെ കൊടുത്ത് ഈ ഒരു നമ്പർ ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു വാട്സപ്പ് നിങ്ങൾ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ നമ്പർ മറ്റാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവർ വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകളും നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസൊക്കെ അവർക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ വാട്സപ്പിൽ നമ്മൾ ഒഴിവാക്കുന്ന ഏതെങ്കിലും നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ ആ വാട്സപ്പ് കൂടെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്പർ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക, ഡിസ്കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില ആളുകൾക്ക് നമ്പർ എടുത്ത് ഡിസ്കണക്ട് ചെയ്ത് ഒഴിവാക്കും, പക്ഷേ വാട്സപ്പ് ഒഴിവാക്കില്ല. പിന്നീട് വാട്സപ്പ് അങ്ങ് ഒഴിവായിപ്പോവും. അതുകൊണ്ട് നമ്പർ ഒഴിവാക്കുമ്പോൾ തന്നെ വാട്സപ്പ് കൂടി ഡിലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്യുക, ഡിലീറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ഒന്നുകൂടെ നിങ്ങളുടെ നമ്പർ ചോദിക്കും. അതിനുശേഷം നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP തിരിച്ചു കൊടുത്ത് വാട്സപ്പ് ഡിലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഡിലീറ്റ് ചെയ്യാതെ നിങ്ങളുടെ നമ്പർ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ആർക്കെങ്കിലും കിട്ടിയാൽ അവർക്കൊക്കെ നിങ്ങളുടെ വാട്സപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാണ് ഒരുപാട് സെറ്റിങ്സുകളുണ്ട് നമ്മൾ പരിചയപ്പെടുത്തും. വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.